ും ആധ്യാത്മികമായി ഒരു അർത്ഥതലം ഉണ്ടാവും. അതുപോലെ വ്യക്തിപരമായ ഒരു അർത്ഥതലം ഉണ്ടാവും, സാമൂഹികമായ അർത്ഥതലം ഉണ്ടാവും. ഇങ്ങനെ വിവിധ അർത്ഥതലങ്ങളിലൂടെയാണ് നമ്മുടെ ആചാരങ്ങളെ നമ്മുടെ പൂർവികർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഈ രണ്ട് അർത്ഥതലത്തെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം ശരിയായ നിലയിൽ നമ്മൾ ഏതൊരു വഴിപാടും പൂജയും കാര്യങ്ങളും നടത്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പറ എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഉത്സവാദി കാര്യങ്ങളിൽ വിശേഷ കാലത്താണ് സമർപ്പിക്കുന്നത്. പറ എന്ന വസ്തു യഥാർത്ഥത്തിൽ ഒരളവ് പാത്രമല്ലേ അല്ലേ? പണ്ട് കാലത്ത് നമുക്ക് കിലോയോ കിൻഡലോ തൂക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇതുപോലെ ത്രാസുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു നിശ്ചിതമായ അളവ് പാത്രമായിരുന്നു, ഒരു അളവ് പോലായിരുന്നു എന്ത്? പറ. നാഴി, ചെങ്ങഴി, പറ അല്ലേ? ഇത്ര പറ. പണ്ടത്തെ ആൾക്കാർ പറയും ഇത്ര പറ കണ്ടം വയലുണ്ടായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത്ര നെല്ല് വിതയ്ക്കാൻ പറ്റുന്ന ഭൂമി, അതാണ് ഇത്ര പറ കണ്ടം അല്ലേ? അതാണ് കൊയ്തെടുക്കുമ്പോൾ അതിനൊരു അളവ് പറയും, ഇത്ര പറ കൊയ്തു. അപ്പോൾ അളവാണ് പറ എന്ന് പറയുന്നത്. അളവ് പാത്രമായിട്ട് പറ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ പറയിൽ ഒരിക്കലും ഈ മുകളിലേക്ക് കൂമ്പാരമായി വസ്തു ശേഖരിക്കാറില്ല. അളവ് പാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? കൃത്യമായി വടിച്ചു മാറ്റി അല്ലേ, അതിൻ്റെ കറക്റ്റ് അളവിന് അളന്നിടും. ശരിയല്ലേ? നമ്മൾ വീട്ടിൽ പണ്ടത്തെ കാലത്ത് അരി നാഴിയിൽ അളന്നിട്ടുന്നൊരു കാലമുണ്ട് അല്ലേ? നാഴിയിൽ അളക്കുമ്പോൾ ആരെങ്കിലും കൂമ്പാരം അളക്കാറുണ്ടോ? കോരിയെടുത്ത് അളവ് കറക്റ്റ് ചെയ്തെങ്കിലും. മനസ്സിലായില്ലേ? അപ്പോൾ അളവ് പാത്രത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇത് അപൂർവം ചിലർ ചെയ്യുന്നതാണ്. കൂടുതൽ കൂമ്പാരം എന്നുള്ള നിലയിൽ അത് ഇടാറില്ല. ഇത് കൂമ്പാരവും അല്ല, കവിഞ്ഞ് തറയിൽ പോകണം. മനസ്സിലായില്ലേ? പറയിടുമ്പോൾ കറക്റ്റ് കൂമ്പാരവും അല്ല, അതിൽ കൂടുതൽ കവിഞ്ഞ് നിലത്തേക്ക് മഴ പെയ്യുന്നത് പോലെ നിലത്തേക്ക് പതിക്കണം, ഒഴുകി വീഴണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരന് സമർപ്പിക്കുന്നതൊന്നും അളന്നു കൊടുക്കേണ്ടതല്ല. മനസ്സിലായില്ലേ? അളന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരബോധം വരും. ഞാൻ ഇന്നത് കൊടുത്തു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരം. ഞാൻ കൊടുത്തു, ഞാനെന്ന ഭാവം അവിടെ ഉയർന്നു. മനസ്സിലായില്ലേ? നമ്മളിൽ നേറിയ പങ്ക് ഭക്തന്മാരും ഈ അപകടത്തിൽ പെടുന്നവരുമാണ്. ക്ഷേത്രത്തിലേക്ക് വിളക്ക് കൊടുത്തു, ഭഗവതിക്കാണ് കൊടുത്ത, പക്ഷേ ഇപ്പോഴും അടിയിൽ തങ്കമ്മ വകയാണ്. അപ്പോൾ അത് ഭഗവതിക്കാണോ കൊടുത്തത്? മനസ്സിലായോ? ഭഗവാന് കൊടുത്തു, ഉരുളി കൊടുത്തു, പക്ഷെ അത് ചെല്ലപ്പൻ്റെ വകയാണ്, അപ്പോഴും ഭഗവാന്റെ വകയല്ല. ഈ ഭാവം നമ്മളിൽ ഭക്തിയുടെ ഉള്ളിൽ നിൽക്കുന്ന മാലിന്യത്തിൻ്റെ വിഷയമാണ്. ഞാനെന്ന ഭഗവാന് സമർപ്പിക്കുമ്പോൾ അതിൽ എൻ്റെ പേരുണ്ടാകണം എന്ന കാഴ്ചപ്പാട് എപ്പോഴും ദേഹാഭിമാന ബോധത്തിൻ്റെയും അഹന്തയുടെയും ലക്ഷണമാണ്. തമാശക്ക് ഒരു കഥ പറയും. ഒരിക്കൽ ഈ ശിവകുടുംബം ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം അറിയാമല്ലോ. ശിവകുടുംബത്തിലാവുമ്പോൾ ശിവനുണ്ട്, പാർവതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും, കുട്ടികൾ രണ്ടുപേരും മഹാകുസൃതിയാണ്. അങ്ങനെ കുസൃതി ആയിരിക്കുന്ന ഇവരെന്ത് കുരുത്തക്കേട് കാണിച്ചാലും പാർവതി നിയന്ത്രിക്കാൻ ചെല്ലും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം ഇവർ കൊടിമരത്തിൽ വലിഞ്ഞു കയറി. പാർവതി പറഞ്ഞ് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ശിവൻ പറഞ്ഞ് കുഴപ്പമില്ല, കയറിക്കോട്ടെ. വീണ്ടും ഇവർ വലിഞ്ഞു കയറാൻ തുടങ്ങി. പാർവതി പിടിച്ച് താഴെ ഇറങ്ങി. സാറേ പറഞ്ഞു, നമ്മളെ അല്ലേ, നമ്മളെ കൊടിമരത്തിൽ കയറുന്ന എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ പാർവതി ചോദിച്ചത് നിൻ്റെ അച്ഛൻ്റെ വകയാണോടാ? ഗണപതി എടുത്ത് ചോദിച്ചു. അപ്പോഴാണ് ഗണപതി ചോദിച്ചത്, പിന്നെ ആരുടേതാ? അടിയിൽ കണ്ടില്ലടാ, പരമേശ്വര പിള്ളയുടെ വക എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് നിൻ്റെ വകയാവണേ? ഇതല്ലേ നമ്മുടെ പലയിടത്തെയും ആരാധനകളുടെ അടിയിലുള്ളത്. അപ്പം ഞാനെന്ന ഭാവം അതൊരിക്കലും ഈശ്വരന് സമർപ്പിക്കുന്നതിൽ ഉണ്ടാവരുത്. അളക്കുക എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക. മനസ്സിലായില്ലേ? കണക്ക് വെച്ച് കൊടുക്കുക. ഈശ്വര കാര്യത്തിൽ മാത്രമല്ല, മക്കളെ വളർത്തുന്ന കാര്യത്തിലും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലും കണക്ക് വെച്ചൊന്നും ചെയ്യരുത്. കണക്ക് വെച്ച് നമ്മൾ പറഞ്ഞു നോക്കിക്കോ, നാളെ ആ കണക്കിൻ്റെ തലത്തിൽ നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാതാവും. മനസ്സിലായിരുന്നല്ലോ? പല വീട്ടിലും മാതാപിതാക്കൾ പറയും, ഞാൻ ഇത്ര രൂപ വിട്ടാൽ നിന്നെ
എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്, ഇത്ര രൂപ ഞാൻ ചെലവാക്കി, ഇത്ര. ഇത് കേട്ട് 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 കുട്ടി മൊത്തത്തിൽ കണക്കൂട്ടി വെക്കും. അച്ഛൻ എന്നോടുള്ള കടപ്പാട് 24 ലക്ഷം. സ്നേഹമില്ല അവിടെ. അവസാനം അച്ഛന് വേണ്ടിയിട്ട് അവസാന കാലത്ത് 30 ലക്ഷം ചിലവാക്കി കഴിയുമ്പോൾ മക്കൾ പറയും, അച്ഛൻ ഇത് തന്നതിൻ്റെ പലിശയും അല്ലേ, ചിലവും പലിശയും തിരിച്ചു തന്നിട്ടുണ്ട്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ഭഗവാന് സമർപ്പിക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് സമർപ്പിക്കുമ്പോഴും അവിടെ അളവ് പാത്രം, അളവ് പറയുന്നത്, കണക്ക് പറയുന്നത്. അത് ഭാര്യ ഭർത്താവിന് കൊടുത്താലും ഭർത്താവ് ഭാര്യയ്ക്ക്, ഉറ്റ സുഹൃത്തുക്കൾക്ക് കൊടുത്താലും നമ്മൾ എന്ത് പറയരുത്, അളവ് പറയും. ഈ അളവെന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കും. അപ്പോൾ ഭഗവാന് കൊടുക്കുമ്പോൾ അതിനകത്ത് ഞാനിതാ ഭഗവാനെ എന്നാൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് നൽകുന്നു. മനസ്സിലായില്ലേ? അതാണ് അളവിൽ കവിഞ്ഞ്. അതുകൊണ്ടാണ് ആ പറ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നിലത്തേക്ക് വീഴണം എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കല്പം. ഇനി പറകളിൽ പറ സമർപ്പണത്തിൻ്റെതാണ്. അതിൽ പ്രധാനം എന്ന് പറയപ്പെടുന്ന അൻപലിപ്പറയാണ്. എത്ര ദ്രവ്യം കൊണ്ട് വേണോ ഇടാം. അപ്പം 100 ദ്രവ്യം ഉണ്ടെങ്കിൽ 100 ദ്രവ്യം കൊണ്ടും പറയില്ല. പക്ഷെ പ്രധാനം എന്ന് പറയുന്നത് അൻപലി പറയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ ചട്ടികുളങ്ങര പോലെയുള്ള ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ അൻപലിപ്പറ അല്ലേ വളരെ പ്രധാനമായിട്ട് നടത്തപ്പെടുന്നല്ലേ ആണോ? എന്താ ഈ അൻപലിപ്പറയുടെ പ്രാധാന്യം? കാലങ്ങളായി ഇതിടുന്ന നിങ്ങൾക്കറിയില്ലേ അൻപലിപ്പറയുടെ പ്രാധാന്യം എന്താണ്? ജീവിതം എഴുന്നള്ളി വരുമ്പോൾ അൻപലിപ്പറയല്ലേ ഇടുന്നേ? എന്താ ഈ അൻപലിപ്പറ? 5 ദ്രവ്യം. അതെന്താണ് ഈ 5 ദ്രവ്യം സമർപ്പിക്കുന്ന അൻപലിപ്പറയുടെ പ്രത്യേകത എന്താ? അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതോ ദ്രവ്യം അളന്ന് കൊടുത്താൽ മതിയോ? നമ്മുടെ ഓരോ ആചാരങ്ങളും ഈശ്വരനിലേക്ക് നമ്മളെ ചേർക്കുവാനുള്ള ജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം വീണ്ടും പ്രശ്നമായി വരുന്നത്. ആചരിക്കുന്നുണ്ട് നമ്മൾ, മനസ്സിലായില്ലേ? ആചരണമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അത് ആചാരം എന്ന നിലയിൽ ഉയരുന്നില്ല. അതിൻ്റെ അറിവിൻ്റെ തലത്തിലേക്ക് പണ്ടേ ഉള്ളവർ ഇങ്ങനെ ചെയ്തു. അൻപലിപ്പറയാണ്, നമ്മളും അൻപലിപ്പറ ഇടുന്നു. ശരിയല്ലേ? അത് നിന്ന് ഉള്ളിലേക്ക് കയറാൻ ഏതൊരു ആചാരത്തെ കണ്ടാലും അതെന്താണ് എന്ന് അന്വേഷിച്ചറിയാനുള്ള ത്വര നമുക്കുണ്ടാവണം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി നമ്മളവിടെ ക്ഷേത്രത്തിൽ വരികയാണ്. ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ കുട്ടിക്ക് പലതും കാണുമ്പോൾ പല ചോദ്യവും ഉണ്ടാവും അല്ലേ? നമ്മളോട് ചോദിക്കുകയാണ് അതെന്താ ഇതെന്താന്ന് ചോദിക്കും. നമ്മൾ എന്ത് മറുപടി പറയും? അങ്ങനെയൊന്നും ചോദിക്കരുത്, ദോഷം കിട്ടും. അല്ലെങ്കിൽ കൊച്ചു വായിൽ വലിയ വർത്താനം പറയണം, ഒരടിയും കൂടെ കൊടുക്കും തലയ്ക്ക്. ഇതുകൊണ്ടാണ് നിന്നെ എങ്ങും കൊണ്ടുപോകാതെ. അതോടുകൂടി കുട്ടിക്ക് ചോദിക്കാനുള്ള ത്വര നഷ്ടപ്പെട്ടു. അറിവിലേക്ക് വളരാനുള്ള അവൻ്റെ അവകാശം നമ്മളില്ലാതാക്കി. മനസ്സിലായില്ലേ? ചിലതറിയും നമ്മൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ അറിയാത്തത് എനിക്കറിയില്ല, അറിയുന്ന ആരുടെയെങ്കിലും അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്ന് ചിന്തിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ടാവും? ഇത്ര മാതാപിതാക്കളുണ്ടാവും. വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഗണപതി നമ്മുടെ പ്രഥമ ആരാധ്യദേവനാണ് അല്ലേ? ആദ്യമേ നമ്മൾ പോയി തൊഴുന്നത് അങ്ങോട്ടാണ്. ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ? ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവുമായി ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റുമോ? ഈശ്വരനുള്ള വിട്ടേക്ക് ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചോളൂ. പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ രൂപം കൊടുത്തിരിക്കുന്നത് ഇന്ന് വരെ നമ്മൾ തിരക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു ഉത്തരവുണ്ട്. എന്താ? ദൈവമല്ലേ? ദൈവമാണെങ്കിൽ അതൊക്കെ പറ്റും. ഈ ദൈവമാണെങ്കിൽ അതൊക്കെ പറ്റും എന്നുള്ള വാക്ക് തന്നെ ആദ്യം നമ്മൾ ഉപേക്ഷിക്കണം. ദൈവം എന്തൊക്കെ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിലും പറ്റേണ്ട കാര്യമാണ്. കാരണം എന്താ? ദൈവം എവിടെയാ ഉള്ളത്? ഉള്ളിലാണ്. നമ്മളിലും അതേ ദൈവം തന്നെയാ ഉള്ളത് അല്ലേ? ആണോ അല്ലയോ? ഈശ്വരൻ അല്ലാതെ അമ്പലത്തിൽ മാത്രം വിഗ്രഹത്തിലിരിക്കുന്ന ആളാണോ? അല്ല, സർവ്വത്തിലും ഈശ്വരൻ തന്നെയാണ്.
നമ്മുടെ ഉള്ളിലുള്ള ഉണ്മയും ഈശ്വരൻ തന്നെയാണ്. അപ്പം നമുക്കും പറ്റുന്നതല്ലേ ദൈവത്തിനും പറ്റുള്ളൂ. നമ്മളൊന്ന് എന്താ പറഞ്ഞ ഒന്ന് ഉയർന്ന് ചിന്തിക്കുക, ഉയർന്ന് പറക്കുക. നമ്മൾ എത്ര കണ്ട് ഉയർന്ന് പറക്കുന്നോ അത്ര കണ്ട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? നമ്മളാകെ ഈ ഇച്ചിരി പൊങ്ങി അവിടെ നിന്നാലോ അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ളിടത്ത് നിൽക്കാൻ പറ്റും. ഈശ്വരചിന്തയിൽ എപ്പോഴും ഒരു സാധകൻ, ഒരു ഭക്തൻ കഴിയുന്നത്ര ഉയരണം. മനസ്സിലായില്ലേ? എത്ര കണ്ട് ഉയരാൻ സാധിക്കുന്നുവോ, എത്ര കണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നോ അത്ര കണ്ട് ആ ഈശ്വര സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. ശരിയല്ലേ? അപ്പൊ നമ്മളൊന്ന് ഉയർന്ന് ചിന്തിക്കുക. അവിടെ ഉയർന്ന് പറക്കാൻ വെച്ചാൽ ഉയർന്ന് ചിന്തിക്കുക. ഇവിടെ ഈശ്വരന് സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കും. ഒരു സംശയവുമില്ലാതെ നമ്മൾ ഉറപ്പിച്ച് പറയണം. കാരണം ഈശ്വരനും നമ്മളും വിഭിന്നമല്ല. വിഭിന്നമാണെന്ന തോന്നലാണ് അജ്ഞാനം. മനസ്സിലായില്ലേ? ആ തോന്നലിനെ കളയാനാണ് ഈശ്വരാരാധന. പക്ഷെ ഇപ്പം നമ്മൾ വരം നേടാനാക്കി മാറ്റിയെന്നേ ഉള്ളൂ. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടണം എന്നുള്ള മോഹങ്ങളാക്കി മാറ്റി. യഥാർത്ഥത്തിൽ മോഹങ്ങളല്ലാതെ നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ ഈശ്വരാരാധനയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വിഭിന്നമല്ല ഈശ്വരൻ എന്ന ബോധം നേടിയെടുക്കലാണ്, അല്ലേ? നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ 18 പടി കടന്ന് ശാസ്താവിനെ ദർശിക്കാൻ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രസാദം എന്താ? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രസാദം എന്താ? മോക്ഷവും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 90% ജനങ്ങൾ മോക്ഷം നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതും അറിയേണ്ടതുമായ പ്രസാദം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറിയേണ്ടതും നേടേണ്ടതുമായ പ്രസാദം, അവിടെ ഒരു മഹാവാക്യമുണ്ട്, തത്വം അസി, അത് നീയാകുന്നു. ജ്ഞാനമാണ് പ്രസാദം. യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് ലഭിക്കേണ്ട പ്രസാദം ജ്ഞാനമാണ്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുന്നത് ഉണ്ണിയപ്പവും പാൽപ്പായസവും അരവണയും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും, അല്ലേ? ഇതിൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ നിർണ്ണയിക്കും. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് നീയാകുന്നു. അത് നീയാണെങ്കിൽ ഉള്ളിൽ ഈശ്വരൻ തന്നെയല്ലേ, അല്ലേ? വ്യത്യാസം വല്ലതും ഉണ്ടോ? അപ്പോൾ ആ പാരസ്പര്യതയിലേക്കാണ് എത്തേണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെ അത് പാടില്ല എന്ന് ഒരിക്കലും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കരുത്. അത് തെറ്റാണെന്നും പറയരുത്. തെറ്റായിരിക്കാം, പക്ഷെ അതിലൂടെ അവൻ ശരിയെ കണ്ടെത്തിക്കോട്ടെ. നമ്മളത് ദോഷം കിട്ടും എന്ന് പറഞ്ഞ് അല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. കൊച്ചുവായിൽ വലിയ വർത്താനം പറയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടും. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് ചിന്തിച്ച് നമുക്കിത് ഈ ചാപ്റ്ററിൽ മാറ്റിക്കൊണ്ടുവരാം. ഇവിടെ കുട്ടികളെ ഈ ദോഷം എന്ന് പറയുന്നതിലൂടെ നമ്മളൊരു ഭയമല്ലേ അവരുടെ കൊടുക്കണേ, അല്ലേ? ഈശ്വര ചിന്തയിൽ ദൈവഭയം വേണോ വേണ്ടയോ? എന്താ അഭിപ്രായം? വേണം. ഏകവിഷയമാണ്. ദൈവഭയം വേണം. നമ്മൾ ഒരിക്കലും ഭഗവാന്റെ ഭക്തന്മാരാകാൻ പോകുന്നില്ല. ആർക്കും വിഷമമൊന്നും തോന്നണ്ട. ഭയം എന്നത് ഭക്തനിൽ ലവലേശം ഉണ്ടാകാൻ പാടില്ല. ഭയമുണ്ടെങ്കിൽ അവൻ ഭക്തനല്ല. മനസ്സിലായില്ലേ? കാരണം ഭക്തി എന്നത് സദ്ഗുണമാണ്, ഈശ്വരൻ എന്നതും സദ്ഗുണമാണ്. സദ്ഗുണത്തിൽ ദുർഗുണത്തിന് സ്ഥാനമുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഭയം എന്നത് സദ്ഗുണമാണോ ദുർഗുണമാണോ? ഭയം എന്നത് ദുർഗുണമാണോ സദ്ഗുണമാണോ? ദുർഗുണമാണ്. അപ്പൊ പിന്നെ ദൈവഭയം വേണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? പിന്നെ അത് ധർമ്മത്തെ ജീവിതത്തിൽ ആചരിക്കണമെന്നാണ്. പക്ഷെ ഞാൻ ചോദിച്ച ദൈവഭയം.
അല്ല, അത് ചെയ്യില്ല എന്നുള്ളത് രണ്ടാമത്തെ ഘടകം. ഭയം വേണോ എന്ന് ചെയ്യുന്നത്. സ്മരണ വരുമ്പോൾ ആ ഭയം വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ആ പക്ഷെ ഇപ്പൊ പറഞ്ഞ് ദൈവഭയം വേണമെന്നാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ഒന്ന് ഭയക്കുക, ദൈവത്തെങ്കിലും ഒന്ന് ഭയക്കുക, അല്ലേ? ഈ സ്മരണ വരുമ്പം ഭയം വേണ്ട, പകരം എന്ത് വേണം അത് പറയും. ഭയം വേണ്ട എന്ന് പറഞ്ഞു, പകരം എന്ത് വേണം? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ കുട്ടി ചോദിക്കുക, നമ്മൾ പറയണം ഈശ്വരനോട് ഭക്തി വേണം. അമ്മ എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ആ കുട്ടിക്കൊരു ഉത്തരം കൊടുക്കണ്ടേ? ആ ഉത്തരം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? എന്താണ് ഭക്തി? എന്താണ് ഭക്തി? വിശ്വാസം രണ്ടാമത്തെ ഘട്ടമാണ്. ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ഭാവമാണ് വിശ്വാസം. വിശ്വാസം ഈശ്വരനോട് മാത്രമല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറിയിരുന്നാൽ ആ വണ്ടി ഓടി ഇന്നടത്ത് എത്തുന്നൊരു വിശ്വാസമുണ്ടല്ലേ നമ്മൾ കയറുന്നത്. അവിടെ ഭക്തിയില്ലല്ലോ, ഉണ്ടോ? ശരി, ഇവിടെ ദൈവഭയം എന്ന വിഷയത്തിൽ ആദ്യം മറുപടി കാണാം, അത് കഴിഞ്ഞ് രണ്ടാമത്തേക്ക് വരാം. അപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു ദുർഗുണമാണ്. നല്ലതുപോലെ പാടാൻ കഴിവുള്ളൊരു കുട്ടി നന്നായി പാടും. ആ കുട്ടിയെ ഒരു വേദിയിലേക്ക് വിളിച്ചു നിർത്തി പാടാൻ നിർത്തുമ്പോൾ ഈ വേദിയിൽ കേൾക്കാനിരിക്കുന്നവരെയൊക്കെ കണ്ടപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വന്നു, ഒരു ഭയം വന്നാൽ ഈ കുട്ടിക്ക് നന്നായി പാടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിന് കഴിവുണ്ടായിട്ടും അത് പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഭയമുണ്ടായതുകൊണ്ടാണ്. നല്ലതുപോലെ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി സ്റ്റേജിലെത്തിയപ്പോൾ മുമ്പിൽ കാണാനിരിക്കുന്നവരെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയം വന്നു. ആ കുട്ടിക്ക് നല്ലതുപോലെ പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റുമോ? പറ്റില്ല. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷാ ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ 48 ചോദ്യത്തിന് ഉത്തരം അറിയാം, 2 ഉത്തരം അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഭയം വന്നു. ആ കുട്ടിക്ക് പിന്നെ 48 ചോദ്യത്തിന് ഉത്തരം ഓർത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ടെൻഷൻ വന്നു, പരീക്ഷാ ഭയം അവിടെ വന്നു, ഇല്ലേ? അപ്പോൾ ആ കുട്ടി പഠിക്കുന്ന കുട്ടിയും അവിടെ ആ കുട്ടിയുടെ കഴിവ് കുറയപ്പെടും. ശരിയല്ലേ? ഇനി നിങ്ങളൊരു നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ്, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇൻ്റർവ്യൂ ബോർഡിൽ ഡയസിൽ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടു. അവരെ മുമ്പിൽ ചെന്നപ്പോൾ നിങ്ങൾക്കൊരു ഭയം വന്നു. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടും കഴിവുകൾ ഉണ്ടായിട്ടും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഭയം വന്നതുകൊണ്ടാണ്, അല്ലേ? കഴിവുണ്ട്, പക്ഷേ മുന്നിൽ അഭിമുഖീകരിക്കുമ്പോൾ ഉടലെടുത്ത ഒരു ടെൻഷൻ വെച്ചാൽ ഭയമാണ്. ആ ഭയം കൊണ്ടാണ് ആ കുട്ടി ആ കഴിവുകളിൽ പരാജയപ്പെടുന്നത്. ഇനി നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഒരു മൃഗം, നമുക്കുള്ളിലൊരു പേടിയുണ്ട്, നമുക്ക് ശാന്തമായിട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ? പൂർണ്ണമായും ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുമോ? കാരണം ഉള്ളിലൊരു ഭയം ഉണ്ട്. ഇവിടെ ഭഗവാനോട് ചേരാനല്ലേ ഭക്തി, അല്ലേ? അപ്പൊ ഭയം എന്നതൊന്ന് തടസ്സമാണെങ്കിൽ ശാന്തമായി ഭഗവാനോട് ചേരാൻ പറ്റുമോ? ഇവിടെ ഭയം എന്നത് ഭക്തനിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട, പ്രഥമമായ ആദ്യം തന്നെ ഒഴിവാക്കപ്പെടേണ്ട ദുർഗുണത്തിൽപ്പെടുന്നതാണ് ഭയം എന്ന വികാരം. നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതല്ല ഭയം, പരാജയത്തിലേക്ക് എത്തിക്കുന്ന. ജീവിതത്തിൽ ഭയം വന്നാൽ ആ മേഖലകളിലെല്ലാം നമ്മൾ പരാജയപ്പെടും. ശരിയല്ലേ? ആണോ അല്ലയോ? മനസ്സിലായോ? ജീവിതത്തിൽ വിജയിക്കാനല്ലേ ഭഗവാനെ ആശ്രയിക്കുന്നത്. അപ്പോ ഭയം എന്നതൊരു ദുർഗുണം. ഇനി ഇതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ? വെറുതെ ഇങ്ങനെ 2-3 നാട്ടിലെ പരീക്ഷയുടെ കഥയും പറഞ്ഞ് വീട്ടിൽ വളർത്തുന്ന മൃഗത്തിന്റെ കഥയും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ട് പോകാനാണോ? അതല്ല, ഇതിന് ഏതെങ്കിലും തെളിവുണ്ടോ, അടിസ്ഥാനമുണ്ടോ? യെസ്, ശ്രീകൃഷ്ണ ഭഗവാൻ, ഇന്ന് കൃഷ്ണാവതാരം കൂടി പറഞ്ഞ ദിവസമാണ്.
ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രധാന ഉപദേശാമൃതമാണ് ഏത്? ഭഗവത്ഗീത, അല്ലേ? 2 ഗീതകൾ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഗീതയാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടുള്ളത്, ഭഗവത്ഗീത. രണ്ടാമത്തെ ഗീത ഏതാ? ഉദ്ധവഗീത. ഈ 2 ഗീതകൾ തമ്മിലുള്ള വ്യത്യാസം, ഭഗവത്ഗീത വ്യാവഹാരിക ലോക ജീവിതത്തിലെ വിജയത്തെ നേടിത്തരുന്നതും ആധ്യാത്മിക ബോധത്തിലേക്ക് എത്തിക്കുന്നതുമാണെങ്കിൽ, ഇവിടെ ആധ്യാത്മിക ബോധത്തിൽ ഉറച്ചു നിന്ന വ്യക്തിക്ക്, മനസ്സിലായില്ലേ, കൂടുതൽ ശുദ്ധത വരുത്തുന്നതാണ് ഉദ്ധവഗീത. ഒന്ന് ആത്മഗീതയെന്നും ഒന്ന് ജീവഗീത എന്നും പറയാം. ജീവാത്മാവിന് വേണ്ടിയിട്ടുള്ള, അതാണ് അർജുനന് കൊടുത്ത ഉപദേശം. അതിലെല്ലാ ഘട്ടങ്ങളെയും അതിൽ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 ഗീതയിൽ, ഭഗവത്ഗീതയിൽ 16-ാമത്തെ അധ്യായം, ആ അധ്യായത്തിന്റെ പേര് ദൈവാസുര സമ്പത്ത് വിമോക്ഷയോഗം എന്നാണ്. ദൈവീക സമ്പത്തും ആസുരിക സമ്പത്തും, രണ്ടിനെ സമ്പത്ത് എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ദൈവീകമായിട്ടുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെ എന്ന് പറയുമ്പോൾ 26 ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ പറയും. അതിൽ തന്നെ പറയുന്ന ഭഗവാൻ പറയുന്നത് ആദ്യത്തെ 3 ശ്ലോകമായിട്ട് 26 ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അഭയം തത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമച്ച യജ്ഞസ്യ സ്വാധ്യായ സ്തവ ആർജവം അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തിര വൈശ്വനം ദയാബൂലേശുലോലുപ്തം മാധവം ക്രീരചാപലം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് അർജുനനെ ഉപദേശിക്കുക. അതിൽ ആദ്യത്തെ ഗുണം ഭഗവാൻ പറയുന്നു, ഹേ അർജുന, അഭയം. അഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഭയമില്ലാത്ത അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സദ്ഗുണമാണല്ലേ ഭയമില്ലാത്ത അവസ്ഥ. അപ്പൊ ദൈവഭയം പാടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ശാസ്ത്രം പഠിക്കാതിരിക്കുകയും വേറുള്ളവർ ഭിത്തിയിൽ എഴുതിയിരുന്നത് കണ്ട് 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 അതും ഇതും കൂടെ മിക്സിങ് ആയിപ്പോയി. ഇതാണ് നമുക്ക് ഹിന്ദുവിന് പറ്റിയിട്ടുള്ള അപജയം. നമ്മുടെ ദർശനങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കാതിരിക്കുകയും മറ്റുള്ളവൻ്റെ, അല്ലേ, വഴിയെ പോകുമ്പോൾ കാണുന്ന പലതും കണ്ട് അതും ഇതും എല്ലാം ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാവാം, പക്ഷെ ഒന്നാണെങ്കിൽ പോലും അതിൽ ചിലത് ഒഴിവാക്കപ്പെടേണ്ട ചിന്തകളും ഉണ്ടാവാം. അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്തു? കോപ്പി അടിച്ചു വെച്ചതിൻ്റെ ഫലമാണ്. അപ്പോൾ ഭയം പാടില്ല. ഇനി രണ്ടാമത് പറഞ്ഞ ഭക്തി. എന്താ ഭക്തി? ഭക്തി വികാരമാണോ വെച്ചാൽ അല്ല, വികാരത്തെ കടക്കാനാണ് ഭക്തി. അപ്പൊ പിന്നെ ഭക്തിയെ വികാരമാക്കി നിർത്തിയാൽ അതിനെ കടക്കാൻ പറ്റുമോ? നമ്മളാണ് അതിനെ വികാരം എന്ന നിലയിൽ, താഴ്ന്ന നിലയിൽ ചിന്തിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഭക്തിക്ക് വളരെ കൃത്യമായ നിർവചനം കൊണ്ട്, മനസ്സിലായില്ലേ? നാരദ മഹർഷി ഭക്തിയെ ഏറ്റവും കൂടുതൽ നിർവചിച്ചിട്ടുള്ള മഹാത്മാവാണ് ആര്? നാരദര്. സർവശാസ്ത്രത്തിന്റെ അധിപനാണ് നാരദര്. പക്ഷെ നമ്മൾ ആ നാരദരെ പോലും പരിഹാസത്തിൽ കാണുന്ന ആൾക്കാരാണ്. എന്താ കാരണം? നാരദന്റെ മഹത്വത്തെ ചിന്തിക്കാനോ അത് ഉൾക്കൊള്ളാനോ നമുക്ക് സാധിച്ചിട്ടില്ല. നാരദനെ പരിഹസിച്ചാൽ ആ പരിഹസിക്കുന്ന നാരദരെയല്ല, യഥാർത്ഥത്തിൽ നാരായണനെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ വഴക്കാളികളായിട്ട് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നാരദൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, ഇല്ലേ? നമ്മൾ ആ കളിയാക്കുന്ന അപമാനം യഥാർത്ഥത്തിൽ നാരദൻ എന്ന വ്യക്തിയിലല്ല എത്തുന്നത്, സാക്ഷാൽ നാരായണനെയാണ് നമ്മൾ അപമാനിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എല്ലാ സമയത്തും നാരായണ നാമം ജപിക്കുന്നതാണ് നാരദര്, അല്ലേ? ആ നാരായണ നാമം ഇത്ര കാലം ജപിച്ചിട്ടും നാരദര് മോശക്കാരനാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിന് നാരദര് മാത്രമല്ല കാരണക്കാരൻ. ആരായിരിക്കും? നാരായണൻ കൂടെ. അപ്പം നമ്മളങ്ങനെ കളിയാക്കുന്നത് ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഇനി നാരദൻ എന്ന പേരിലും നാരായണൻ എന്ന പേരിന്റെ ആദ്യാക്ഷരങ്ങൾ എടുത്തു നോക്കേ. നാരായണനിലും നാര, നാരദനിലും നാര, അല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? ജലം എന്നൊരർത്ഥമുണ്ട്, ജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ എടുക്കേണ്ട അർത്ഥം ജ്ഞാനമാണ്. ജലം എന്നൊരർത്ഥം ചേർത്ത് പറയുന്ന വിഷ്ണു ഈ പാലാഴിയിൽ കിടക്കുന്നത് കൊണ്ട് ആ അർത്ഥത്തിൽ അത് ചേർത്ത് പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ജ്ഞാനം, ജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്നവൻ ജ്ഞാനസ്വരൂപൻ നാരായണൻ, ജ്ഞാനത്തെ പകരുന്നവൻ നാരദൻ. മനസ്സിലായോ? അപ്പോൾ ജ്ഞാനത്തെ പകരുന്ന ആൾ പരദൂഷണക്കാരനാണോ? അല്ല. നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് നാരദന്റെ ഇടപെടിയിൽ. പക്ഷെ നാരദൻ കൃത്യമായിട്ട് നാരദ ഭക്തി സൂത്രം എന്നൊരു ഗ്രന്ഥമുണ്ട്. മനസ്സിലായില്ലേ?
നമ്മൾ ഭക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രാഥമികമായി റഫർ ചെയ്യാവുന്ന ഒരു നല്ല ഗ്രന്ഥമാണ് നാരദ ഭക്തി സൂത്രം. ഒരു ഭക്തൻ എന്തായിരിക്കണം, ഒരു ഭക്തൻ എങ്ങനെ രൂപപ്പെടണമെന്ന് അത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതുവരെ കൊണ്ടു നടന്നത് പലതും അഴിച്ചു കളയേണ്ട സമയമായി സ്വയം തോന്നി നമുക്ക് മാറാനും ശരിയാക്കാനുമുള്ള അവസരം ഉള്ളത്. അതിൽ പറയും ഭക്തി എന്താണ് എന്ന് നാരദൻ പറയുകയാണ്. സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇതി ഭക്തി. ഭക്തിയുടെ നിർവചനമാണ് സാധു അസ്മിൻ, അവനോട്. ആരോട്? ഈശ്വരനോട്. മനസ്സിലായില്ലേ? പരമമായ പ്രേമമാണ് ഭക്തി. ഭക്തി വികാരമല്ല, പരമമായ സ്നേഹമാണ്, പ്രേമമാണ്. പകരം എന്തെങ്കിലും കിട്ടാനോ, മനസ്സിലായില്ലേ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതോ ആയ സ്നേഹത്തെ പരമപ്രേമം എന്ന് പറയാൻ പറ്റില്ല. യാതൊന്നും ആഗ്രഹിക്കാതെ പരിപൂർണമായും ഭഗവാനിലേക്ക് എത്തുന്ന സ്നേഹത്തെയാണ് എന്ത് പറയുന്നത്? ഭക്തി. അതിന് മുകളിൽ വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പരമമായ സ്നേഹം. സ്നേഹവും ആദരവും ബഹുമാനവുമാണ് ഭക്തി. മനസ്സിലായില്ലേ? സ്നേഹം വരുമ്പോൾ അതിൽ നിന്ന് ബഹുമാനം ഉണ്ടാവണം, ബഹുമാനത്തിൽ നിന്ന് ആദരവ് ഉണ്ടാവണം. ഇവ മൂന്നും ചേർന്നാൽ ഭക്തിയായി മാറ്റപ്പെടും. ഇത് തന്നെയാണ് നമ്മൾ മാതാപിതാക്കളോടും കാട്ടേണ്ടത്. മനസ്സിലായില്ലേ? മാതാപിതാ ഗുരുദൈവം എന്ന് പറയുമ്പോൾ സ്നേഹം ഉണ്ടാവണം, അല്ലേ? അവരോട് ബഹുമാനം ഉണ്ടാവണം, ആദരവ്. ഇത് തന്നെയാണ് ഗുരുനാഥനോടും കാട്ടേണ്ടത്. അപ്പോൾ ഭക്തി എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഭഗവാന്റെ മുന്നിലുള്ള സമർപ്പണം, അൻപൊലിപ്പറയിലാണ് നമ്മളിവിടെ വരെ എത്തിയത്. അപ്പോൾ ഈ പറ സമർപ്പിക്കുമ്പോൾ 5 ദ്രവ്യങ്ങളാണ് പ്രധാനമായും സമർപ്പിക്കുക എന്ന് പറയപ്പെടുന്നത്. പിന്നെ കാലാന്തരത്തിൽ ഓരോ സ്ഥലത്ത് ചിലർ അവരവരുടെ തലമനുസരിച്ച് മാറ്റം വരുത്താറുണ്ട്. പ്രധാനമായിട്ട് ഒന്ന് നെല്ല്, രണ്ടാമത്തത് മലര്, മൂന്നാമത്തത് അവില്, നാലാമത്തത് മധുരം, അതായത് പഴം, പഞ്ചസാര, ശർക്കര ഏതും ആവാം. അത് കഴിഞ്ഞാൽ പിന്നെ 5ാമത്തത് അരി. മനസ്സിലായില്ലേ? ഈ 5 ദ്രവ്യങ്ങളാണ് അൻപലിപ്പറയിൽ സമർപ്പിക്കുന്നത്. എന്തിനാ ഈ 5 ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത്? ഒരു വ്യക്തിയുടെ പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? പരാശക്തി സ്വരൂപമാർന്ന ദേവതയുടെ മുമ്പിൽ ഒരു വ്യക്തി ഭഗവാനെ ഞാനെന്ന ഭാവവും എൻ്റേതെന്ന ഭാവവും ഇല്ലാതെ ഞാനിതാ പരിപൂർണമായി എന്നെ തന്നെ നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു എന്ന ബോധത്തിലേക്ക് ഉയരാനാണ് ഈ 5 ദ്രവ്യങ്ങൾ നമ്മളെ പ്രാപ്തമാക്കുന്നത്. അതിൽ നെല്ല് എന്ന് പറയപ്പെടുന്നത് ശരീരത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ശരീരത്തിന് വന്ന ജീവൻ വർദ്ധിക്കുന്നത് എവിടെ? ശരീരത്തിലല്ലേ? നെല്ലിൻ്റെ ഉള്ളിൽ ഒരു ജീവനില്ലേ? അല്ലേ? നിങ്ങൾ അരി എടുത്ത് അയ്യത്തിട്ടാ കിളിക്കൂ, മലരെടുത്ത് അയ്യത്തിട്ടാ കിളിക്കൂ, അവരെടുത്ത് അയ്യത്തിട്ടാ കിളിക്കൂ, ശർക്കര എടുത്ത് അയ്യത്തിട്ടാ കിളിക്കൂ? കിളിക്കില്ല. അപ്പൊ ആ 5 ദ്രവ്യങ്ങളിൽ ജീവൻ സ്പന്ദിക്കുന്ന ഏക ദ്രവ്യം ഏതാണ്? നെല്ല്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ശരീരം, ഭഗവാനെ ഈ ജീവൻ സ്പന്ദിക്കുന്ന ഈ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇനി ആ ശരീരത്തിന്റെ ആന്തരികമായ ഉള്ളിലേക്ക് ഇറങ്ങണം. പുറമേ ഉള്ളതാണല്ലോ ശരീരം എന്ന് കാണപ്പെടുന്നില്ലേ? ആന്തരികമായ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്തത് മലര്. എന്താ മലര്? ഭഗവാനെ എൻ്റെ മനസ്സ് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. അരിയിൽ നിന്നാണ് മലര് ഉണ്ടാകുന്നത്. പക്ഷേ അരിയേക്കാളും വലിപ്പമില്ലേ മലരിന്? അല്ലേ? എന്നാൽ അരിയേക്കാൾ ഭാരം കുറയില്ലേ? പറയൂ. മനസ്സിലായില്ലേ? എന്താ കാരണം? ശരീരത്തിന് ഉള്ളിലാണ് മനസ്സെങ്കിലും ശരീരത്തിനേക്കാൾ വലുതാണ് മനസ്സ്, അല്ലേ? നമ്മുടെ ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോകും? എത്രയോ വലുതാണ്. മനസ്സിലായോ? അപ്പൊ മനസ്സിന്റെ പ്രതീകമാണ് മലര്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? അവില്. അവില് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ കാണാൻ പോയപ്പോൾ കുചേലൻ എരന്ന് വാങ്ങിക്കൊണ്ട് പോയത് അവിലായിരുന്നു. എരന്ന് വാങ്ങിച്ചാൽ ഇന്ദ്രിയങ്ങൾ എപ്പോഴും അന്യ വീടുകളിൽ പരദൂഷണം പറയാൻ പോകുന്ന സാധനം. കണ്ണ് അങ്ങോട്ടും പോവും, കാത് ഇങ്ങോട്ടും പോവും. അതിനൊക്കെ എന്ത് ചെയ്യണം? യാചിച്ച് തിരിച്ചു പിടിക്കണം. മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോകുമ്പോഴാണ് ജീവിതം ദുരിതപൂർണമായി മാറുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാനിൽ സമർപ്പിച്ചു. അതിനാണ് അവില് എന്ന് പറയുന്നത്. അല്ലാതെ കുട്ടിക്കാലത്ത് കഴിക്കാൻ കൊടുത്തു വിട്ടത്
ഭഗവാന് കൊടുക്കാതെ കുചേലൻ ഒറ്റയ്ക്ക് കഴിച്ചു, അതുകൊണ്ടാണ് ഇത് പ്രാരാബ്ധം വന്നത്, അതുകൊണ്ട് അവര് തിരിച്ചു കൊടുത്തപ്പോൾ സമ്പത്ത് വന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ വിഡ്ഢിത്തമാണ്. മനസ്സിലായില്ലേ? സമ്പത്തും അല്ല അവിടെ പ്രധാനം. കുചേലന്റെ സംഗതി സമ്പത്തല്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുന്നതും നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതും അവന് കൊടുത്തപ്പോൾ സമ്പത്ത് വന്നു. സമ്പത്താണ് സംഗതി എങ്കിൽ നാട്ടിലെ ടാറ്റയും അംബാനിയും ബിർളയും ഇവരൊക്കെ അല്ലേ സംഗതിക്കാർ അല്ലേ? നാട്ടിലെ ഏറ്റവും പണമുള്ളവൻ സംഗതിക്കാരനാണെന്ന് പറയണ്ടേ? അവൻ കഞ്ചാവ് കച്ചവടം നടത്തിയാലും ചാരായ കച്ചവടം നടത്തിയാലും അഴിമതി നടത്തിയാലും കൊള്ള നടത്തിയാലും പിടിച്ചുപറി നടത്തിയാലും കൊള്ളപ്പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇതൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കിയവൻ സംഗതിക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ധനമാണോ സംഗതി? അല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് ധനത്തോട് ആവശ്യമുള്ളത് കൊണ്ട് അവര് കൊടുത്തപ്പോൾ പണം വന്നു, അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളെ ആണ് ഏത് അവിലെന്ന് പറയപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞാലുള്ളത് മധുരമാണ്. അതാണ് പഴവും ശർക്കര പഞ്ചസാരയൊക്കെ വരുന്നത്. മധുരം എന്ന് പറയപ്പെടുന്നത് വാസനകളാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ വാസനകളുണ്ട്. പൂർവ്വജന്മാർജിതമായ കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ച് ജീവിതത്തെ വിഷയത്തെ രൂപപ്പെടുത്താനുള്ള താല്പര്യം, വാസനകളുണ്ട്. മനസ്സിലായില്ലേ? ഈ വാസനകൾ മധുരമുള്ളതുപോലെ നമ്മൾ അതിനെ പിന്തുടർന്നിട്ടാണ് ജീവിതത്തിലെ സുഖദുഃഖത്തിലേക്ക് പോയി വീഴുന്നത്. അതുകൊണ്ട് ഈ വാസനകളും ഏതിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയണം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ എല്ലാ വാസനകളും ഭഗവാനെ നിന്നിലേക്ക് എത്തുന്നതായി മാറ്റണം. ഈ വാസനകളെ ബോധിപ്പിക്കാനാണ് സാധകവാസനയും ബാധകവാസന എന്ന് പറയുന്ന രണ്ട് തരം വാസനകൾക്ക് ജഡഭരതന്റെ ചരിതവും അജാമിളന്റെ ചരിതവും ഭാഗവതം സുവ്യക്തമായി എഴുതി നമ്മുടെ മുന്നിൽ കാട്ടിത്തന്നു. മനസ്സിലായോ? വാസനകൾ ഭഗവാനിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞാൽ അരി എന്ന് പറയുന്നത് എന്താ? അരി പ്രാരാബ്ധമാണ്. മനസ്സിലായില്ലേ? ഈ അരിയെ കൊണ്ട് ആകെ ഒരു ഒറ്റ ഉപയോഗമുള്ളൂ. എന്താ? തിന്നു ഭുജിക്കുക, തിന്നു തീരുക. പ്രാരാബ്ധം എന്നതും തിന്നു തീരേണ്ടതല്ലേ? അല്ലേ? തിന്നു തീരുക എന്ന് വെച്ചാൽ ഇങ്ങനെ അടിപ്പിട്ട് വേവിച്ചിട്ടെന്നല്ല അർത്ഥത്തിലല്ല. പ്രാരാബ്ധം തിന്നുക വെച്ചാൽ അനുഭവിക്കുക. തിന്നുക എന്നുള്ളതിന് അനുഭവിക്കുക എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയും കൊന്നാ തീര് പാവം തിന്നാൽ തീരുമോ എന്നാ ചോദിച്ചാൽ തീരില്ല. പക്ഷെ നമ്മളതങ്ങ് മാറ്റി, നമുക്ക് തിന്നണമല്ലോ, നമ്മളതുകൊണ്ട് കൊന്നാൽ പാവം തിന്നാൽ തീരും എന്നാക്കി. എന്താ കാര്യം? അപ്പൊ പിന്നെ തിന്നാൻ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അതല്ല. ഇവിടെ യഥാർത്ഥത്തിൽ കൊന്നാൽ പാവ കർമ്മത്തിന്റെ പാവം. മനസ്സിലായില്ലേ? അതൊരിക്കലും തിന്ന് തീരാതെ പോകില്ല. തിന്ന് തീരുക എന്ന് വെച്ചാൽ അനുഭവിക്കാതെ പോകില്ല. അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ ഈ സങ്കല്പത്തോടെ പ്രാരാബ്ധത്തിന്റെ പ്രതീകമാണ് അരി. മനസ്സിലായില്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ശരീരത്തിന്റെ പ്രതീകമായ ശരീരത്തെ അല്ലേ പോഷിപ്പിക്കാനല്ലേ അരിയെ കൊള്ളൂ. വേറെ എന്തെങ്കിലും കൊള്ളുവോ? വേറെ ഒന്നിനും കൊള്ളില്ല. അപ്പോ ഈ രീതിയിൽ ശരീരം, മനസ്സ്, ഇന്ദ്രിയം, വാസന, പ്രാരാബ്ധം, ഈ 5 എണ്ണം തീർന്നാൽ നമ്മുടെ കാര്യം തീർന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? സമ്പൂർണ്ണ സമർപ്പണം. നമ്മൾ പറയല്ലേ സാഷ്ടാംഗ നമസ്കാരം എന്നൊക്കെ പറഞ്ഞത് പരിപൂർണ നമസ്കാരം. പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തിൽ, പഞ്ചപ്രാണനുകൾ കൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന ജീവിതത്തിൽ, പഞ്ചതന്മാത്രകളാകുന്ന വിഷയീഭൂതങ്ങളിൽ പഞ്ചസ്വരൂപങ്ങളാകുന്ന തത്വങ്ങളെ ഭഗവതി ഞാൻ നിനക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. മനസ്സിലായോ? എത്ര ഉന്നതമായ തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ പറ്റുന്ന അറിവിനെയാണ് നമ്മുടെ പൂർവികർ ഒരു പറയിൽ ചേർത്ത് വെച്ചത് അല്ലേ? ഈ ചിന്തയിൽ നിന്നുകൊണ്ടാണോ നമ്മൾ പറയിട്ട് പോകുന്നത്? ഈ ചിന്തയിൽ നിന്ന് പറയിടുമ്പോഴല്ലേ അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിന് ഗുണമായി മാറുന്നത് അല്ലേ? അപ്പം ഈ നിലയിൽ ഓരോ ഘടകങ്ങളെയും ചിന്തിക്കാനും പഠിക്കാനുമൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ